സുഹൃത്തുക്കളെ, മാർക്സിസം കാലഹരണപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന കെ വേണു എന്ന മുൻ നക്സലിൻ്റെ, മുൻ മാർക്സിസ്റ്റുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരാളുടെ വീഡിയോക്ക് ഉള്ള പ്രസക്തിയെക്കുറിച്ചിട്ടും യഥാർത്ഥത്തിൽ മാർക്സിസം എന്നതിൻ്റെ അന്തസത്ത എന്താണെന്നും അത് മനുഷ്യൻ എന്ന ജീവി ഒരു ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ലിബർട്ടി, ഈ ആധുനിക മുദ്രാവാക്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഒരു മനുഷ്യജീവിക്കും അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനാവില്ലെന്നും അതുകൊണ്ട് തന്നെ അത് എന്നും നിലനിൽക്കുമെന്നും, നേരെ മറിച്ച് ഈ ലക്ഷ്യത്തെ, അതായത് സമത്വം, പ്രത്യേകിച്ചും സാമ്പത്തിക സമത്വം എന്ന ആശയം ഉൾക്കൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഉന്നതമായ മേന്മയുള്ള സമൂഹമാക്കുക എന്നും, അതുകൊണ്ട് തന്നെ ഈ ഉൽപാദന ബന്ധങ്ങളിലും അതേപോലെ ഉൽപാദന ഉപകരണങ്ങളിലുമുള്ള സ്വകാര്യ സ്വത്ത് സമ്പ്രദായം ഒഴിവാക്കുകയാണ് അതിന് വഴിയെന്നും ആയിരുന്നു മാർക്സ് പറഞ്ഞത് സിദ്ധാന്തത്തിൻ്റെ അടിവേരുകൾ. അത് കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് വേണുവിനെ പോലുള്ള ഒരു എന്താ പറയാ, ഒരിക്കലും പട്ടിണി കിടക്കാത്ത, പട്ടിണി എന്ന പ്രശ്നമില്ലാത്ത, ആഹാരത്തിൻ്റെ മുട്ടില്ലാത്ത കുടുംബത്തിൽ ജനിച്ച, ഇങ്ങനെയുള്ള ഈ എന്താ ഒരു പെരിഫറൽ അല്ലെങ്കിൽ പുറംതൊലി വിപ്ലവകാരികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നേരെ മറിച്ച് നൂറ്റാണ്ടുകളായും സഹസ്രാബ്ദങ്ങളായും അധ്വാനിക്കുകയും ആ അധ്വാനം കൊണ്ട് ലോകത്തെ അല്ലെങ്കിൽ സമൂഹത്തെ തീറ്റിപ്പോറ്റുകയും മറിച്ച് അതിൽ ഒരു പങ്ക് പോലും ലഭിക്കാതെ, ജീവൻ നിലനിർത്താനുള്ള പങ്ക് പോലും പലപ്പോഴും കിട്ടാതിരിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ കുറിച്ചിട്ട് അതിൻ്റെ അനുഭവമോ അല്ലെങ്കിൽ അത് സ്വാംശീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു പാഷൻ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാം, ഒരു ഫാനായതുകൊണ്ട് കമ്മ്യൂണിസത്തെ കാണാവുന്നതാണെന്നും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അത് ഒഴിവാക്കാനും പ്രയാസമില്ല. പക്ഷേ ഞാൻ ഇവിടെ പരമാവധി പറയാൻ ഉദ്ദേശിച്ചത് മാർക്സിസം എന്നത് ഒരു ഒന്നൊന്നര ശാസ്ത്രമാണെന്നാണ്. അതായത് അത് ഈ സമൂഹത്തിൽ ഇന്നേ വരെ ഉണ്ടായ മനുഷ്യനിർമ്മിത ഉപകരണങ്ങളിൽ, പ്രത്യേകിച്ചും സാമൂഹ്യ രംഗത്ത് ഏറ്റവും കൂടുതൽ അടിവേരുള്ളതും ശക്തിയുള്ളതും ഈ സമൂഹത്തിൻ്റെ അന്തർലീനമായ കഴിവുകളെ, ഓരോ വ്യക്തിയുടെയും ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിൻ്റെ പ്രാദേശിക സമൂഹത്തിൻ്റെയും ടോട്ടലായിട്ടുള്ള ദേശീയ സമൂഹത്തിൻ്റെയും ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നതും നിലവിലുള്ള
അവരുടെ പ്രോഡക്ട്സിന് അല്ലെങ്കിൽ അവരുടെ സമൃദ്ധിയെ പങ്കുവെക്കാൻ കഴിയുന്നതുമായ ഒരു തത്വശാസ്ത്രമാണ് മാർക്സിസം. ഈ മാർക്സിസം എന്തുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്നു? ഈ മനുഷ്യൻ എന്ന ജീവി അല്ലെങ്കിൽ ജന്തു, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഈ ജന്തു നിലനിൽക്കുന്നിടത്തോളം കാലം ഈ മാർക്സിസം നിലനിൽക്കണേ എന്നുമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ട് ഈ മാർക്സിസം നിലനിൽക്കും, അത് ഈ കാലഹരണപ്പെട്ടതെന്ന് നമുക്ക് ഇന്ന് തോന്നുമെങ്കിലും മാർക്സിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ശാസ്ത്ര സാങ്കേതിക നിലവാരം പിന്നീട് വളരെ ദ്രുതഗതിയിൽ മാറിമറിയുകയും വികസിക്കുകയും പുരോഗതി പ്രാപിക്കുകയും പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുകയും ചെയ്തു എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് അത് കാലഹരണപ്പെട്ടു എന്നല്ല, അതിന് അതിൻ്റെതായ പരിഷ്കരണങ്ങളും കൂട്ടിച്ചേർക്കലും വികാസവും ഉണ്ടാവും. ആ വികാസം എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ജനാധിപത്യ രീതി എന്നത് മാർക്സിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടായിരുന്നെങ്കിലും കുറച്ചൊക്കെ സ്ഥലത്ത്. പക്ഷേ ഈ ജനാധിപത്യ രീതിയിൽ എങ്ങനെ ഒരു മാർക്സിസ്റ്റുകാരന് പുരോഗതിയിലേക്ക് നയിക്കാം, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള, അതായത് മറ്റ് സംസ്കാരങ്ങളിലുള്ള, മറ്റ് ഭൂവിഭാഗങ്ങളിലുള്ള മറ്റ് കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളുടെ സമൃദ്ധിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിഭവ സമൃദ്ധിയുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് സമഗ്രമായ ഒരു വിശകലനം നടന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് നമുക്കത് കാണുന്നുണ്ട്, അത് സത്യമാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പരമാവധി വേഗത്തിൽ ലോകത്തൊന്നായിട്ട് കമ്മ്യൂണിസം പ്രചരിപ്പിക്കുക, അവിടെയൊക്കെ ഉള്ള ജനകീയ ജനാധിപത്യ തൊഴിലാളി വർഗ സമരങ്ങളെയും മൂവ്മെൻറ്റ്സിനെയും പരമാവധി പരിപോഷിപ്പിക്കുക, അതിന് സഹായിക്കുക എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലാണ് അവിടെ തുടങ്ങിയത്. നേരെ മറിച്ച് ഏകദേശം ഒരു 50 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ 1980 മറ്റൊരു രാജ്യത്ത്, അതായത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആ പാർട്ടിയുടെ മാത്രമല്ല കുറച്ചൊരു ശക്തി അവർക്കുണ്ടായപ്പോൾ പോലും അവർ ചെയ്തത് എന്താണെന്ന് വിചാരിച്ചാൽ കമ്മ്യൂണിസം കയറ്റുമതി ചെയ്യാനല്ല, മറിച്ച് കമ്മ്യൂണിസത്തെ കൂടുതൽ അവരുടേതാക്കാനാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് അവർ ഉൾക്കൊണ്ട സോഷ്യലിസം എന്നതിനെ, സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് അവരുടെ താഴെക്കടയുള്ള ആൾക്കാരെ,
പരമാവധി ഉയർത്താനാണ് അവർ ശ്രമിച്ചത്. താഴെക്കടയിലുള്ള ജനങ്ങളുടെ ആവറേജ് വേജസ് അമേരിക്കയിലൊക്കെ ഈ കഴിഞ്ഞ 40 കൊല്ലത്തിനിടക്ക് വലിയ മാറ്റം, അത് പർച്ചേസിങ് പവർ പാരിറ്റിയിൽ മാറ്റങ്ങൾ ഇല്ലായിരുന്നില്ല എന്ന് മാത്രമല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതേ അളവ് നോക്കുമ്പോൾ 5 ഇരട്ടി 4 ഇരട്ടി 5 ഇരട്ടി കൂലി കൂടുതൽ കിട്ടുന്ന തൊഴിലാളികളെ, താഴേക്കടയുള്ള മനുഷ്യരെ ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവ്. അതോടുകൂടി അവിടെയുള്ള പണക്കാരായ ആൾക്കാർക്ക് സ്വത്ത് കൂടിയിട്ടില്ല എന്നല്ല പറയുന്നത് കേട്ടോ. അത് കൂടുമ്പോഴും നേരെ മറിച്ച് താഴേക്കടയിലുള്ളവരെ അവരെ കൂട്ടാൻ ശ്രമിക്കുന്നു. അത് ശ്രമിച്ച് അതിന് അനുസരിച്ച രീതിയിൽ അവിടെ ഈ മുതലാളിത്തത്തെ അവർ മെരുക്കിയെടുത്തു. എന്താ മുതലാളിത്തത്തിൻ്റെ സാധാരണ സ്വഭാവം? മുതലാളിത്തം എന്നത് ഒരു പ്രത്യേക ഫാക്ടറി അല്ലെങ്കിൽ പ്രത്യേക പ്രസ്ഥാനം എന്തുണ്ടാക്കണം, എപ്പോൾ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, അത് എന്തൊക്കെ വിലക്ക് വിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതുണ്ടാക്കുന്ന ജനങ്ങളല്ല, അതുണ്ടാക്കുന്നവരല്ല, മറിച്ച് അതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി, അതായത് മുതലാളിമാരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പിന്നെ അതിലുള്ള ആൾക്കാർക്കൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എങ്ങനെ കൂട്ടുക എന്നുള്ളത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് അവർ പരമാവധി കൂലി കുറക്കാൻ ശ്രമിക്കും. നേരെ മറിച്ച് ഈ തൊഴിലാളിയെ പരമാവധി പണിയെടുപ്പിക്കാൻ പറ്റിയ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവർക്ക് കൂലി കൂട്ടാനും ശ്രമിക്കും. അങ്ങനെ ഈ ഒരു വരുമാനത്തിലുള്ള അന്തരം കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഇവിടെ താഴെക്കടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന വളരെ ആസൂത്രിതമായ ഒരു പരിപാടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചൈനയിൽ നടന്നത്. അതായത് അവിടെ മുതലാളിയെ പോലും അഭിവൃദ്ധിക്കായിട്ട് ഉപയോഗിച്ച് അവനെ ശരിക്കും ആശ്രിതനാക്കി, പ്രജയാക്കി, അവന് ലാഭമെടുക്കാൻ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് നിയമാനുസൃതമായ കൃത്യമായ വ്യവസ്ഥാപിതമായ ഒരു കള്ളിയിൽ നിർത്തി അവനെ കൊണ്ട് എല്ലാ ജോലി ചെയ്യിപ്പിച്ചു. അവനും വളരെ കൂടുതൽ സമ്പത്തുണ്ടാക്കി. ആ സമ്പത്ത് രാജ്യത്തിന് കൂടുതൽ ഉണ്ടാക്കാനായി അതുകൊണ്ട് കുറേ ലാഭമുണ്ടായി. ആ ലാഭം അല്ലെങ്കിൽ ആ വരുമാനം ആണ് അവർ മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, അവിടെ പാലമോ പിന്നെ ഫാക്ടറിയോ ഡാമോ സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ നിയമസഭാ മന്ദിരങ്ങളോ എന്താണോ വേണ്ടതെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ ലാഭം കൂടി സ്വന്തം പോക്കറ്റിലാക്കുക എന്ന രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആ രീതിയാണ് ചൈനയിൽ നാം കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസം എന്നത് കൃത്യമായ ഇന്ന രീതിയിൽ തന്നെ നടക്കണം എന്ന് പറയണമല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് കഴിയുന്നത്ര മറ്റുള്ളവരെ മുഴുവൻ വേഗം കമ്മ്യൂണിസ്റ്റ് ആക്കണം എന്നത് മാത്രമല്ല, നമ്മൾ സ്വയം നന്നാവുക, മറ്റുള്ളവരെ അവരെ ഇഷ്ടത്തിന് നന്നാവുക എന്ന രീതിയിൽ കുറച്ചും കൂടിയും കൂടുതൽ വിവേകപൂർവം എടുത്തു ചാടാതെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ മുറുകെ പിടിച്ച ചൈനയുടെ കമ്മ്യൂണിസം ആണ് കൂടുതൽ ശരിയെന്നും അതിനുള്ള താത്വികമായ
കാരണങ്ങൾ എന്തൊക്കെ എന്നും ആണ് ഞാൻ ഇനി വരുന്ന എൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 7 മേഖലകൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന് ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ, 2 ഭാഷ എന്ന് പറഞ്ഞതും ഒരു ഉപകരണം തന്നെയാണ്, അതിൻ്റെ പ്രത്യേകത, അത് എങ്ങനെ മനുഷ്യനെ നയിച്ചു എന്നുള്ളത്. 3 ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, അതിൻ്റെ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ്. പ്രത്യേകിച്ചും മാർക്സിൻ്റെ വീക്ഷണം മാത്രം. പിന്നെ അടുത്തത് ഒരു പുതിയ യുഗം, നവയുഗം, 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ. അടുത്തത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ പൊതു ആപേക്ഷികത സിദ്ധാന്തവും അതിനോടനുബന്ധിച്ച അതായത് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യ വശങ്ങൾ. 6ാമത്തത് ഈ സാമൂഹ്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ വ്യത്യസ്ത സമീപനങ്ങൾ, അതിൻ്റെ സ്ട്രാറ്റജികൾ ഒക്കെ എങ്ങനെയാണ്. 7ാമത്തത് ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട്സ്, അതിൽ മതം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മുതലായവതൊക്കെ, അതിനൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമീപിക്കേണ്ടത്, അതിൽ നമുക്ക് വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒക്കെയാണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഈ ഉപകരണങ്ങൾ എങ്ങനെയാണ് മനുഷ്യ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും മെനയുന്നതെന്നും ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഉപകരണം? ഉപകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ അന്തരീക്ഷത്തിൽ, നമ്മളെ ചുറ്റുപാടിൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം, പ്രത്യേക പ്രവൃത്തി, പ്രത്യേക ടാസ്ക് ചെയ്യാനായിട്ട് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുക്കുന്നു. അതെടുത്ത് ഈ കാര്യം ചെയ്തു കഴിഞ്ഞ് പിന്നീട് ആ വസ്തു സൂക്ഷിച്ചു വെച്ച് ഇതേ കാര്യം ചെയ്യാനായിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ അതിനെയാണ് ഉപകരണം എന്ന് പറയാം. മനുഷ്യനെ യഥാർത്ഥത്തിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ജന്തു എന്ന്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ മെനയുന്ന ജന്തു എന്ന് നിർവചിക്കാറുണ്ട്. അങ്ങനെ ഈ ഉപകരണങ്ങൾ എന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു പ്രത്യേക ജോലി വേഗത്തിൽ അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധ്യമാകുന്ന ഒരു ജോലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു. മാത്രമല്ല അത് സൂക്ഷിച്ചു ഇതേ ജോലി ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെച്ച് ഇതേ ജോലി ചെയ്യാനായിട്ട് അത് രണ്ടാമത് ആവർത്തിക്കുമ്പോഴാണ് അത് ഒരു ഉപകരണം എന്ന് പറയും. ഈ ഉപകരണങ്ങളിൽ തന്നെ പലതരം ഉപകരണങ്ങളുണ്ട്. ഉപകരണം എന്ന് പറഞ്ഞാൽ നിർവചനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് ഒരു തോട്ടി ഒരു ഉപകരണമാണ്. എങ്ങനെയാണെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് രണ്ടാമത് പിന്നെയും നമ്മൾ അതിന് മുമ്പ് മാങ്ങ പറിക്കാനാണെങ്കിൽ അതേപോലെ മാങ്ങ പറിക്കാനായിട്ട് രണ്ടാമത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ഉപകരണമാണ്. ഇങ്ങനെ എത്രയോ ഉപകരണം, അതൊക്കെ ഒരു ഭൗതിക ഉപകരണമാണ്. നേരെ മറിച്ചൊരു വാക്ക് എന്ന് പറഞ്ഞാൽ സിംബോളിക് ഇൻട്രാക്ഷനാണ്.
ഭാഷയിലുണ്ടാകുന്ന ഭാഷയുടെ ഒരു ഉപകരണമാണ്. ഭാഷ തന്നെ ഉപകരണമാണ്. അതിൻ്റെ ഒരു സബ് ടൂളാണ് യഥാർത്ഥത്തിൽ വാക്കുകൾ. ഈ വാക്ക് ഒരു സിംബോളിക് ഇൻട്രാക്ഷനാണ്, നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഇതിൻ്റെ പേര് മൊബൈൽ എന്നാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മൊബൈൽ എന്ന വാക്കും ഇതും തമ്മിലൊരു ബന്ധമില്ല. പക്ഷെ നമ്മൾ ഇതാണ് അത് എന്ന് പറഞ്ഞ് അങ്ങനെ സ്ഥാപിച്ച് വെച്ചാൽ മാത്രമേ ഉള്ളൂ. അതിനൊരു മൊബൈൽ ഇത് ഈ ശബ്ദവും ഇതും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അതാണ് മറ്റൊന്ന്. അതായത് ഭൗതികമായ ഉപകരണങ്ങളുണ്ട്, അഭൗതികമായ ഉപകരണങ്ങൾ, മെറ്റീരിയലായിട്ടുള്ള ഉപകരണങ്ങളും നോൺ മെറ്റീരിയലായ ഉപകരണം, മാനസികമായ ഉപകരണങ്ങൾ. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് പൂജ്യം. പൂജ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ. 1, 2, 3 എന്ന് പറഞ്ഞ സംഖ്യകളൊക്കെ തന്നെ ഒരു പരിധി വരെ ഒരു ആശയമാണെങ്കിൽ പോലും ഉണ്ടെന്ന് പറയാം. പൂജ്യം എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്തത്. ഈ ഇല്ലാത്തതിന് നമ്മൾ ഒരു വാക്ക് കൊടുത്തു, അതൊരു ഉപകരണമാണ്. അപ്പോൾ ഇല്ലാത്ത ഒന്നാണെങ്കിൽ പോലും അതിന് ഇല്ലാത്ത ഒരു വാക്കിന് പോലും, ഇല്ലാത്ത ഒരു വസ്തുവിനുള്ള വാക്കിന് പോലും അതൊരു സിമ്പിളായിട്ട് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ലോകത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് തന്നെ സംഖ്യകളെ മുഴുവൻ മരിക്കാൻ പറ്റിയ ഒരു മാന്ത്രിക ചെപ്പായിട്ട് മാറിയിട്ടുണ്ട് ഈ പൂജ്യം. മാത്രമല്ല, ലോകത്ത് ഇന്നേ വരെയുള്ള മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും അർത്ഥപൂർണമായ, ഏറ്റവും കൂടുതൽ സെൻസിബിളായ, മീനിങ് കണ്ടുപിടുത്തമാണ് ഈ പൂജ്യം. എന്തായാലും ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. അപ്പോൾ അത് ഒരു അഭൗതിക ഉപകരണമാണ്. അങ്ങനെ കുറേ ഉപകരണങ്ങളുണ്ട്. ഞാൻ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ചാപ്റ്ററായിട്ട് തന്നെ പറയുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഈ ഉപകരണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, അത് ഒറ്റൊന്നും ഒരു സ്വയംഭൂ അല്ല. ഈ ഉപകരണങ്ങളൊന്നും തന്നെ അത് അതിൻ്റെ മുമ്പുള്ള ഒരു ഉപകരണത്തിൻ്റെ തുടർച്ചയോ അതിൻ്റെ പരിണാമമോ അതിൻ്റെ മാറ്റമോ അതിൻ്റെ ഒരു റിവിഷനോ ഒക്കെ ആയിരുന്നു അർത്ഥം. അതായത് ആദ്യം നമ്മളൊരു ഉപകരണം ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളൊരു ചുറ്റിക കൊണ്ട് നമ്മളൊരു കത്തി ഉണ്ടാക്കുന്നു. ഈ കത്തി കൊണ്ട് നമ്മളൊരാളെ മറ്റൊരു ചെറിയ ഒരു വടി ഉണ്ടാക്കും. ഇതൊക്കെ തന്നെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ഏറ്റവും പുതിയ ഉപകരണങ്ങൾ പിടിച്ച്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നല്ല ജെറ്റ് എൻജിൻ, ഈ ജെറ്റ് എൻജിൻ ഉണ്ടാക്കിയത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ്. ആ ഉപകരണം ഉണ്ടാക്കിയത് അതിനു മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ ഏതൊരു ഉപകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ആ ഉപകരണങ്ങളൊക്കെ തന്നെ ഒരു വലിയ നീണ്ട ചരിത്രമുണ്ടെന്ന് അർത്ഥം. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ആദ്യത്തെ മനുഷ്യൻ്റെ ശിലകളിൽ എത്തുന്നർത്ഥം. ആ ശിലകൾ ഉണ്ടാക്കിയ ഒരു ഉപകരണം, അതുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു ഉപകരണം, അതുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു ഉപകരണം, അതുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു ഉപകരണം, അതുകൊണ്ടുണ്ടാക്കിയ മറ്റൊരു ചുറ്റിക, അങ്ങനെ വന്നിട്ട് ആധുനിക കാലത്തുള്ള ഏറ്റവും വലിയ ഉപകരണം മുതൽ പിടിച്ച് ഏറ്റവും വികസിത രൂപമായ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്പേസ് റോവർ, ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണവും വികസിതവും ഉന്നതവുമായ ഒരു ഉപകരണമാണ് മറ്റുള്ള ഗ്രഹങ്ങളിലുള്ള സ്പേസ് റോവറുകൾ. അവിടെ സ്വയം നിയന്ത്രിച്ച് സ്വയം ചലിച്ച്
അതിലൂടെയൊക്കെ പോയിട്ട് പിന്നെ അവിടെയുള്ള വാഹനങ്ങൾ, ആ വാഹനങ്ങൾ പോലും നാം നോക്കുകയാണെങ്കിൽ അതിനുണ്ടാക്കിയത് ആരാണ്? എവിടെയെങ്കിലും ഉള്ള ഏതെങ്കിലും ഫാക്ടറി, ആ ഫാക്ടറിയിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയതാണ് അതിന് മുമ്പുള്ളൊരു ഫാക്ടറി. അങ്ങനെ 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 നോക്കുകയാണെങ്കിൽ ഈ അത്യാധുനിക ഒരു സ്പേസ് റോവർ പോലും ശിലായുഗത്തിലെ ശിലാമനുഷ്യൻ്റെ ആ ശിലകളുടെ അധ്വാനം പോലും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ, മനുഷ്യൻ്റെ ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ഉപകരണങ്ങളുടെ ആനുകൂല്യവും അതിൻ്റെ ആസ്വാദനവും നമുക്ക് കിട്ടുമ്പോൾ തന്നെ നാം നമ്മുടെ സമൂഹത്തിനോടൊന്നായിട്ട്, നമ്മുടെ മുൻ തലമുറകളോട്, നമ്മളെ എന്നോ മരിച്ചുപോയ നമ്മളെ പ്രപിതാമഹന്മാരോട് അല്ലെങ്കിൽ മാതാക്കളോട് ഒക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു സാമൂഹ്യ ബോധമാണ്. ഈ ആധുനിക മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു അനിവാര്യമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാധാരണ പൗരന് ഉണ്ടാവേണ്ട അനിവാര്യമായ ഒരു ബോധമാണിത്. എന്ത്? താൻ ഉപയോഗിക്കുന്ന പുതിയ ആധുനിക ഉപകരണങ്ങളൊക്കെ തന്നെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ച ഇങ്ങനെയുള്ള ഒരു ഉപകരണം കൂടി കാണാത്ത മനുഷ്യൻ്റെ അധ്വാനവും അവൻ്റെ കണ്ടുപിടുത്തങ്ങളും കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ മുൻ തലമുറകളോടുള്ള ആദരവും ബഹുമാനവും കൂട്ടാൻ സഹായിക്കും. പിന്നെ ഈ ഒരു ഉപകരണത്തിനും അതിൻ്റെ മുമ്പത്തെ ഉപകരണങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ഭൗതിക ഉപകരണങ്ങൾ നിങ്ങൾക്കത് വേഗത്തിൽ ശരിയായിട്ട് തോന്നും. ഭൗതിക ഉപകരണങ്ങളെപ്പോലെ തന്നെ അതിന് പാരലായിട്ട് ഉള്ളതാണ് മാനസിക ഉപകരണങ്ങൾ. ഉദാഹരണം പൂജ്യം, അക്കങ്ങൾ, നമ്പറുകൾ, ശാസ്ത്രം, നിയമങ്ങൾ, ഇതൊക്കെ തന്നെ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ഇതേപോലുള്ള ഒരു ശ്രേണീബന്ധം അവയ്ക്കുണ്ട് നടത്തും. അത് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങളുടെ ഒരു വികാസമാണ്. ആ വികാസത്തിന് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഉപകരണങ്ങളോടും കൂടി കടപ്പെട്ടതാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നമ്മുടെ സമൂഹത്തിലുള്ള സംസ്കാരത്തിലുള്ള വിശ്വാസങ്ങളായിക്കോട്ടെ, റിലിജൻ ആയിക്കോട്ടെ, സാമൂഹ്യ ബന്ധങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഓരോ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ഉപകരണങ്ങളാണെന്നും അത് ഉരുത്തിരിയാനുള്ള അടിത്തറയായത് അതിന് മുമ്പത്തെ ഉപകരണങ്ങളായിരുന്നു എന്നും നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ആധുനിക ഉപകരണങ്ങളില്ല, അല്ലെങ്കിൽ ആധുനിക ഭൗതിക ഉപകരണങ്ങളുടെ ഈ ശ്രേണീബന്ധം ആദ്യത്തെ മനുഷ്യൻ്റെ പ്രാകൃത ഉപകരണങ്ങളായിരുന്ന ശിലായുഗത്തിലെ ഉപകരണങ്ങളും ശിലകളും പോലെ തന്നെ മനുഷ്യൻ്റെ ആശയപരമായ ഉപകരണങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതിനും നാം അവരോട്, നമ്മുടെ പ്രപിതാമഹന്മാരോട്, നമ്മുടെ പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ മഹൻ മാത്രമല്ല കേട്ടോ പറയണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പുരുഷനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും സ്ത്രീലിംഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം മാതാവാണ് കൂടുതൽ ഈ നമ്മുടെ പരിണാമത്തിലും നമ്മുടെ വളർച്ചയിലും വികാസത്തിലും
ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നർത്ഥം. ഒരു കുഞ്ഞിന് അവൻ്റെ മുൻ തലമുറയുടെ ബോധങ്ങളും മുൻ തലമുറയുടെ സംസ്കാരവും മുൻ തലമുറയുടെ അറിവുകളും കഴിവുകളും ശൈലികളും ഒക്കെ പകരുന്നത് പുരുഷനേക്കാളും മാതാവിനാണ്, അമ്മമാരാണ്. അത് മനുഷ്യൻ്റെ മാത്രമല്ല, മറ്റെല്ലാ ജന്തുക്കളിലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. മറ്റ് ജന്തുക്കളിൽ നിങ്ങൾക്ക് അത് വളരെ പെട്ടെന്ന് പ്രകടമായും ബോധ്യമാകും. മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ. പുരുഷനും കുറച്ചും കൂടിയും ഈ ചൈൽഡ് റെയറിങ് എന്ന് പറയണതൊക്കെ കുറേയൊക്കെ നടത്തിക്കണം. എന്തായാലും അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു ഉപകരണവും ഒരു പുതിയ ഉപകരണമായിട്ട് അതിനെ പരിണമിക്കുന്നതോടുകൂടി പഴയതിനെ തള്ളിക്കളയേണ്ടതില്ല. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള AI കാറുകൾ വന്നു. അതിലാണെങ്കിൽ പുതിയ പല പല ഡിവൈസസും പുതിയ 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 ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ ചക്രങ്ങളോ അല്ലെങ്കിൽ കാളവണ്ടിയെയോ അല്ലെങ്കിൽ സൈക്കിളിനെയോ ഒന്നും തള്ളിക്കളയേണ്ടതില്ല. സാധാരണ നിലക്ക് തള്ളിക്കളയില്ല. നേരെ മറിച്ച് ഇത് ഈ ഭൗതിക ഉപകരണങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ. നേരെ മറിച്ച് ആശയങ്ങളുടെ അഭൗതിക ഉപകരണങ്ങളാണെങ്കിൽ, മതങ്ങൾ, വിശ്വാസങ്ങൾ, നിയമങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ബുദ്ധി കുറഞ്ഞവർക്ക് അതിനൊക്കെ തള്ളിക്കളയാം. അതൊക്കെ അബദ്ധവും അതൊക്കെ പിന്നെ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ ആയിട്ട് തോന്നാവുന്നതാണ്. അതുപോലും അശാസ്ത്രീയമാണ് എന്ന് അടിവരയിടാനാണ് അങ്ങനെ പറയുന്നത് അർത്ഥം. യഥാർത്ഥത്തിൽ അത് അവിടെ നിൽക്കുന്നു എന്നത്, ഒരിക്കലും മാറാതെ നിൽക്കുന്നു എന്നത് പൂർണ്ണമായും പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത ഒരു കാര്യമാണ്. അതിന് മാറ്റം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട്, അതിനെക്കുറിച്ചിട്ട് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് പിന്നീട് പറയുന്നതാണ്. എന്തായാലും അപ്പോൾ ഈ ആത്മീയ ഉപകരണങ്ങളിലൊക്കെ തന്നെ അതിന് അതിൻ്റെതായ വികാസമേ നമ്മൾ അല്ലെങ്കിൽ പരിണാമമേ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതിനെ ഒന്നിനെ തകർത്തിട്ട് മറ്റൊന്നുണ്ടാവണം എന്നുള്ളതില്ല. അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറ്റം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാകുന്നു. അതുകൊണ്ട് തന്നെ ആ മാറ്റം ഇല്ലാത്തത് യഥാർത്ഥത്തിൽ നിലനിൽക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ ഇല്ലാതാക്കൊന്നും വേണ്ട, അതങ്ങനെ തന്നെ ആവും. അതിനെ നമ്മൾ പരിഹസിക്കുകയോ അതിനെ നമ്മൾ കൊല്ലുകയോ ഒന്നും വേണ്ട. ചത്തതിനെ നമ്മൾ എന്തിനാ കൊല്ലണേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ കണക്കാക്കണം. അപ്പോൾ ഈ ആത്മീയ ഉപകരണങ്ങളുടെ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഭയങ്കര ലഹളം. ദൈവമുണ്ട്, ദൈവമില്ല. ഇത് രണ്ടും എൻ്റെ അഭിപ്രായത്തിൽ സാമാന്യ ആപേക്ഷികത ദർശനത്തോടു കൂടി നോക്കുകയാണെങ്കിൽ രണ്ടും പൂർണ്ണമായും സമാനമാണ്, അബദ്ധമാണ്. ഉള്ളവർക്ക് ഉണ്ടായിക്കോട്ടെ, ഇല്ലാത്തവർക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് അതിൻ്റെ പേരിൽ അടിപിടി കൂടേണ്ട, അതിൻ്റെ പേരിൽ ലഹളം ഉണ്ടാക്കേണ്ട. നേരെ മറിച്ച് നമ്മൾക്ക് ഇവിടെ ഉള്ളത് എന്താ വെച്ചാൽ, നമുക്കിവിടെ കൃത്യമായ വ്യക്തമായ കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതായത് എന്താ വെച്ചാൽ, ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഈ ഭൂമിയുടെ മറ്റെത്രയോ ജീവൻ്റെ പതിപ്പുകളെപ്പോലെ തന്നെ ഉള്ള ഒരു പതിപ്പാണ് മനുഷ്യൻ എന്ന ജീവൻ്റെ പതിപ്പും. അതിനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ഈ എല്ലാവർക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ സുഖമായിട്ട് എല്ലാവർക്കും, ഇപ്പോൾ ഉള്ളവർക്കും മുഴുവൻ ജീവിക്കാൻ നല്ല അടിപൊളിയായിട്ട്
വേണ്ട രീതിയിൽ ഊർജം ചെലവാക്കി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ ഭൂമിയിലുണ്ട്. അത് ഉപയോഗിക്കാതെ അതിൽ നിന്ന് കൂടുതൽ എനിക്ക് വേണം. അതായത് ഈ റിസോഴ്സ് ക്രഞ്ച് ഉണ്ടെങ്കിൽ എപ്പോഴും സ്വകാര്യ സ്വത്തിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ കൂടുതൽ സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കി അത് സംഭരിച്ച് വെക്കലാണ് എനിക്ക് നല്ലത് എന്ന കാലഹരണപ്പെട്ട ആ മുതലാളിത്തത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെ എന്ന അതിൻ്റെ ആ ആശയത്തിന് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതുവഴി നമുക്ക് കൂടുതൽ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് വരാം എന്നുള്ളതും ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഇനി അടുത്തതായിട്ട് ഈ വീഡിയോ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അടുത്ത ദിവസം ഞാൻ ഈ ഉപകരണങ്ങളിൽ നിന്ന് എങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിസത്തിലെത്തിയെന്നും അല്ലെങ്കിൽ സോഷ്യലിസത്തിലേക്ക് എത്തിയെന്നും അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് എത്തി എന്നും ഒക്കെ അടുത്ത എപ്പിസോഡുകൾ പറയാം. അടുത്തതായിട്ട് ഞാൻ ഈ ഭാഷയുടെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഇമ്പാക്റ്റ്, അത് ഒരു ഉപകരണം മാത്രമാണ്. അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ അടിത്തറ എന്താണ്, അത് എങ്ങനെയാണ് നമ്മളെ നയിച്ചത്, നമ്മളെ വികാസത്തിന് പുരോഗതിക്ക് നയിച്ചത് എന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിക്കുന്നു. എന്തായാലും ഈ 7 വീഡിയോകളും പരമാവധി കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. അതിൽ അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള നിലക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇത് കുറച്ചും കൂടി ഗൗരവമായിട്ട്, അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സമകാലീന പ്രസക്തി അത് സാമൂഹ്യ ശാസ്ത്രത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടിയും ഒരു സാമൂഹ്യശാസ്ത്രപരമായ ഒരു പര്യാലോചന നടത്താം എന്നുദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കുറച്ച് ഗൗരവമായിട്ട് എടുക്കണമെന്നും ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.